ഹലോ ഗേയ്സ്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കൊടകരയ്ക്ക് പോയി. പഞ്ചായത്തും വില്ലേജൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ കുക്കറാണെങ്കിൽ പണി തന്നു തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദിവസമായി. ഓരോ തവണ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു സേഫ്റ്റി വാൽവും വാഷറൊക്കെ മാറ്റി തരും. എന്തായാലും അറിഞ്ഞിരിക്കണോട്ട് ഈ കുക്കർ മേടിക്കാതിരിക്കുക, അത്ര നല്ല കമ്പനിയല്ല അത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാലിന്യമുക്തത്തിന് അർഹരായത് ഞങ്ങളുടെ കൊടകര പഞ്ചായത്താണ്. അതിൻ്റെ സമ്മാനം കൊണ്ടുപോകുന്ന ജാതിയെ അത് കണ്ടപ്പോൾ വളരെയധികം നമുക്ക് സന്തോഷം. നമ്മുടെ കൊടകരയല്ലേ. പിന്നെ ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് പോയി ഞങ്ങളുടെ ജാതിമേനെ കണ്ണു ഡോക്ടറെ കൊണ്ടുപോകാൻ വേണ്ടി ചാലക്കുടിക്ക് കൊണ്ടുപോയി. ഐ വിഷനിലേക്കാണ് കൊണ്ടുപോയത്. വീണ്ടും ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്ന ഞരമ്പുകൾക്ക് ബലമില്ല, അതുകാരണം 2 മാസം കൂടി മരുന്ന് വെച്ച് തിരിച്ച് പോകാൻ വേണ്ടി പറഞ്ഞു. ആദ്യം അത് കാരണം സങ്കടത്തിലാണ്. കാർ ഇന്ന് സർവീസിന് നമ്മുടെ അബുക്കുട്ടൻ വേഗം കൊണ്ടുപോയി. ഇതിന് വേഗം നമ്മുടെ അവിടെ സ്ട്രോപ്പ് വെച്ചിരുന്നു, അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്യായിരുന്നു. മുല്ലപ്പൂവ് നല്ലോണം പൂത്ത് നിൽപ്പുണ്ട്, നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ഞാനും സബിതയും കൂടി പിന്നിൽ വേഗം ഞങ്ങൾ 3 കൂടി അവിടെയൊക്കെ വൃത്തിയാക്കി ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി സ്ട്രോപ്പ് പിടിച്ചു കൊണ്ടുപോയി. ദാദിമയുടെ വീൽ ചെയർ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സ്ട്രോപ്പ് പണിതാണ്. പിന്നെ ദാദിമ ഇത്തിരി ഉഷാറായി കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ട്രോപ്പൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ അത്യാവശ്യം വരാതിരിക്കട്ടെ, വരുമ്പോൾ നമുക്ക് ഉപകാരമാവുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ കാറ് സർവീസ് കഴിഞ്ഞെത്തി. ഇനി കാറ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ മണിക്കുട്ടൻ്റെ വിചാരം കാറ് വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ത വരണമെന്ന് വിചാരിച്ചിട്ടാണ് ആളിരിക്കുന്നത്. അപ്പോൾ ആളുടെ ബാക്കിലത്തെ സീറ്റിലാണ് ആൾക്ക് കിടത്തി കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതൊക്കെ ഞാൻ വീണ്ടും ഒക്കെ ക്ലീൻ ചെയ്ത് അവന് കിടക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇത്തിരി ഉയരം കിട്ടും വേണം. അപ്പോൾ നമുക്ക് സെൻറ്റർ സീറ്റിൽ ഇരുന്നിട്ട് മോനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ ഇങ്ങനെ നടുഭാഗം അവന് കിടക്കാൻ വേണ്ടി. കാറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.